ശ്രീ ജയസൂര്യൻ, BJPയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു സംസ്ഥാനം കൂടി തങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്. 23 ഏകദേശം ഒരു കാൽ നൂറ്റാണ്ടിന് ശേഷം രാജ്യതലസ്ഥാനം BJP ഭരിക്കാനുള്ള എല്ലാ സാധ്യതയിലേക്കും വിരൽ ചൂണ്ടുന്നു. ഏറ്റവും ഒടുവിൽ 40 സീറ്റുകളിൽ 41 സീറ്റിലേക്ക് BJP ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. ആം ആദ്മി പാർട്ടി 25 സീറ്റ്, കോൺഗ്രസ് 1 സീറ്റ്. BJPയുടെ നിലവിലെ ഈ ഒരു മുന്നേറ്റത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഏതെല്ലാം ഘടകങ്ങളായിരിക്കാം BJPക്ക് അവിടെ അവരുടെ മുന്നേറ്റത്തിന് ഒരു സഹായകരമായി തീർന്നത്? ജയസൂര്യൻ, പ്രധാനമായും 10 കാര്യങ്ങളാണ് ഡൽഹിയിലെ ഫലത്തെ അട്ടിമറിക്കാൻ കാരണമായത്. അതായത് ആം ആദ്മി പാർട്ടിയുടെ ഭരണം, അവർക്ക് കൊടുത്തിരുന്ന സൗജന്യങ്ങൾ അവസാനിച്ചു എന്നുള്ളത് ഡൽഹി ജനതയ്ക്ക് ബോധ്യമായി. ഇതിൽ കൂടുതലൊന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല എന്നും ബോധ്യമായി. ഏറ്റവും പ്രധാനമായ കാര്യം, ഒന്നാമത്തെ വിഷയം, ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളായിട്ടുള്ള നോയിഡ പോലെയുള്ള സ്ഥലങ്ങൾ, ഫരീദാബാദ് പോലെയുള്ള സ്ഥലങ്ങൾ, ഗുഡ്ഗാവ് പോലെയുള്ള സ്ഥലങ്ങൾ, അവിടുത്തെ ജീവിത നിലവാരവും അവിടുത്തെ നഗര സംവിധാനങ്ങളും ഡൽഹിയേക്കാൾ പുരോഗമിക്കുകയും അവിടെ ജീവിതം കുറെ കൂടി സുഖകരമാവുകയും ചെയ്തപ്പോൾ ഡൽഹി ഒരു പഴയ നഗരമാക്കി മാറ്റി ആം ആദ്മി പാർട്ടി. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും അതുപോലെ തന്നെ വൈദ്യുതി വിതരണത്തിലെ ഇടയ്ക്കിടയ്ക്കുള്ള തടസ്സങ്ങളും ജലവിതരണ സംവിധാനത്തിന്റെ വമ്പൻ പരാജയവും ഡൽഹി നിവാസികളെ ശ്വാസം മുട്ടിച്ചു. എന്നാൽ തൊട്ടടുത്ത് കിടക്കുന്ന നോയിഡയിലും ഫരീദാബാദിലും ഗുഡ്ഗാവിലും ഈ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ സുഗമമായി പ്രവർത്തിക്കുന്നത് താരതമ്യം ചെയ്യുമ്പോൾ BJPയുടെ ഭരണമാണ് ഭേദം എന്നുള്ള അനുഭവമാണ് ഡൽഹി നിവാസികൾക്കുണ്ടായിരുന്നത്. ഇതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, മഹാകുംഭമേള നടക്കുന്ന സമയത്ത് ആ സ്ഥലത്തേക്ക് പോകാൻ കഴിയാത്തവർ ഡൽഹി നിവാസികൾ സാധാരണ ചെയ്യുന്നത് യമുനയുടെ തീരപ്രദേശത്ത് ആരതി ഒഴിയുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടി യമുനയുടെ തീരപ്രദേശങ്ങൾ സംരക്ഷിക്കുമ്പോൾ അത് വൃത്തിയാക്കും, അവിടെ സംവിധാനങ്ങൾ ഒരുക്കും എന്ന് ആം ആദ്മി പാർട്ടി പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. യമുനയുടെ തീരപ്രദേശങ്ങൾ വളരെയേറെ വൃത്തിഹീനവും മനുഷ്യന് കടന്നു ചെല്ലാൻ കഴിയാത്ത വിധം അങ്ങേയറ്റം ചീഞ്ഞു നാറുന്നതുമായി മാറി. അതോടുകൂടി ഡൽഹി നിവാസികൾക്ക് വലിയ നിരാശയുണ്ടായി. എന്നാൽ ഇതിനെ നേരിടാൻ വേണ്ടി കേജ്രിവാൾ നടത്തിയ പ്രസ്താവന ഹരിയാന ഗവൺമെന്റ് യമുനയിൽ വിഷം കലക്കുന്നു എന്നുള്ള ആരോപണമാണ്. എന്നാൽ ഹരിയാന മുഖ്യമന്ത്രി തന്നെ യമുനയിലെ വെള്ളം കുടിച്ചു കാണിച്ചപ്പോൾ ആ ആരോപണവും പൊളിഞ്ഞു. അപ്പോൾ പരാജയപ്പെട്ടത് ആം ആദ്മി പാർട്ടിയുടെ പദ്ധതികളാണ് എന്ന് മനസ്സിലായി. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഡൽഹിയിലെ ടണലുകളിലൂടെ പോകുന്ന ഭൂഗർഭ ഇലക്ട്രിക് കേബിളുകളിൽ വെള്ളം കയറുന്ന സമയത്ത് ധാരാളം പേർക്ക് ഷോക്ക് ഏൽക്കുകയും നിരവധി പേര് മരിക്കുകയും ചെയ്തു. അതായത് മഴ പെയ്യുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയാൽ ഷോക്കേറ്റ് മരിക്കും എന്നുള്ള ഒരു അവസ്ഥയുണ്ടായി. ഇതും ആം ആദ്മി പാർട്ടിക്ക് ഫേസ് ചെയ്യാൻ സാധിച്ചതേയില്ല. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, ഡൽഹിയിലെ തെരുവുകളിലെ കച്ചവടക്കാർക്ക് കച്ചവടം ഉന്തുവണ്ടിയിലൊക്കെ കൊണ്ടു നടന്ന് വിൽക്കുന്ന രീതിയിലുള്ള കച്ചവടം, അവിടുത്തെ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവര്, ഗലികളിൽ താമസിക്കുന്നവർക്ക് സൗകര്യപ്രദമായിരുന്നു. പക്ഷെ റോഡുകളുടെ ശോച്യാവസ്ഥ കൊണ്ട് ഇത്തരം കച്ചവടങ്ങൾക്ക് സാധ്യതയില്ലാതാവുകയും ഏത് സാധനം വാങ്ങണമെങ്കിലും കിലോമീറ്ററുകളോളം നടന്ന് മാർക്കറ്റിൽ പോകണം എന്ന ദുരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതിനെതിരെ ജനരോഷം വളരെ ശക്തമായി. ഇതാണ് നാലാമത്തെ കാരണം. അഞ്ചാമത്തെ കാരണം, അവിടുത്തെ ഗ്യാസ് വിതരണം സുഗമമായി നടത്താൻ കഴിയുന്ന തരത്തിലേക്ക് റോഡുകൾ വികസിപ്പിച്ചു കൊടുത്തില്ല, ഗലികൾ വികസിപ്പിച്ചു കൊടുത്തില്ല, ചെറിയ ചെറിയ ഇടവഴികൾ വികസിപ്പിച്ചു കൊടുത്തില്ല. അതുകൊണ്ട് ഗ്യാസ് സിലിണ്ടറുകളും പേറി വളരെ കിലോമീറ്ററുകളോളം നടക്കേണ്ട, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകം ഓട്ടോ പിടിക്കേണ്ട ഒരു അവസ്ഥ ഡൽഹി നിവാസികൾക്ക് ഉണ്ടായി. ഇതാണ് അഞ്ചാമത്തെ കാരണം. ഇതുപോലെ മറ്റു കാരണങ്ങൾ, അതായത് സൗജന്യങ്ങൾക്കപ്പുറത്തേക്കുള്ള മറ്റു കാരണങ്ങൾ. ആറാമത്തേത് മാലിന്യ സംസ്കരണമാണ്. അതായത് ഡൽഹി നഗരങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പോഴും കാണാം, ഏതാണ്ട് എറണാകുളത്തൊക്കെ ചെല്ലുന്നത് പോലെ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതും അത് വൃത്തിയാക്കാത്തതുമായ ഒരു കാഴ്ച നമുക്ക് കാണാം. അപ്പൊ ചൂലെടുത്ത് അടിച്ച് വൃത്തിയാക്കുമെന്ന് പറഞ്ഞ പാർട്ടി ചൂലെടുക്കാൻ മറന്നുപോയോ എന്ന ചോദ്യം കുറെ നാളായി ഡൽഹി നിവാസികൾ ഉയർത്തുന്നുണ്ടായിരുന്നു. കാരണം ശുചിത്വമില്ല. എന്നാൽ സ്വച്ഛ ഭാരത് അഭിയാന്റെ ഭാഗമായി ഡൽഹിക്ക് പുറത്തുള്ള മറ്റു പ്രദേശങ്ങൾ വളരെ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുമ്പോൾ ഡൽഹിയിലെ സ്വച്ഛ ഭാരത് സംവിധാനം അമ്പെ പരാജയപ്പെട്ടു. ഇതാണ് ആറാമത്തെ കാരണം. ഏഴാമത്തെ കാരണം, നഗര സൗന്ദര്യവൽക്കരണ പരിപാടികൾ ഒന്നും തന്നെ നടപ്പാക്കാൻ ഡൽഹി ഗവൺമെന്റിന് സാധിച്ചില്ല. എന്റെ നഗരമാണിത് എന്ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയാത്ത വിധം ഡിവൈഡറുകൾ ഒക്കെ തകർന്നു വീണ്, അതുപോലെ തന്നെ ടേൺ റൗണ്ടുകളും
റൗണ്ട് ആനകളും ഒക്കെ വൃത്തികേടായി അവിടെ ഒന്നും ഉപയോഗിക്കാൻ കഴിയാത്ത വിധം ഉപയോഗശൂന്യമായി. ഇതാണ് 7ാമത്തെ കാരണം. 8ാമത്തെ കാരണം, നഗരത്തിലൂടെ നടന്നു പോകുമ്പോൾ അഭിമാനകരമായി തോന്നുന്ന യാതൊരു വിധത്തിലുള്ള ആധുനികവൽക്കരണ സംവിധാനങ്ങളും ഇല്ല. തെരുവ് വിളക്കുകൾ കൃത്യമായി കത്തുന്നില്ല. അതുപോലെ തന്നെ പാർക്കിംഗ് സ്ലോട്ടുകൾ കൃത്യമായി തിരിച്ചു കൊടുത്തിട്ടില്ല. ഒരു ബൈക്കോ ഒരു കാറോ കൊണ്ട് യാത്ര ചെയ്യുന്ന വ്യക്തി ഒരു കടയിൽ കയറാൻ സാധിക്കാത്ത രീതിയിൽ ഇടുങ്ങിയതും ക്രമമില്ലാത്തതുമായിട്ടുള്ള പാർക്കിംഗ് വന്നതോടെ മനുഷ്യന് ശ്വാസം മുട്ടാൻ തുടങ്ങി. ഇതാണ് 8ാമത്തെ കാരണം. ഇത് മാത്രമല്ല, ഓഫീസ് സംവിധാനങ്ങൾ ഡൽഹിയിലെ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഓഫീസ് സംവിധാനങ്ങളിൽ ആദ്യകാലത്തുണ്ടായിരുന്ന കാര്യക്ഷമത പിൽക്കാലത്ത് നഷ്ടപ്പെട്ടു പോവുകയും ഏജന്റുമാരെ ആശ്രയിക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ടായി. ഇതാണ് 9ാമത്തെ കാര്യം. 10ാമത്തെ കാര്യം, ജനങ്ങളുമായിട്ടുള്ള ബന്ധം വിട്ടുപോവുകയും നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവുകയും അഴിമതിയിൽ മുങ്ങിക്കുളിക്കുകയും ചെയ്തു. അതായത് ശുദ്ധജല വിതരണത്തിന്റെ അത്ര പോലും ശുഷ്കാന്തി കൊടുക്കാതെ മദ്യവിതരണത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ആദ്യകാലത്ത് ജനങ്ങൾ വിശ്വസിച്ചില്ല. ആരോപണമായിരിക്കും എന്ന് കരുതി. പക്ഷേ ഒരു കോടതിയിൽ നിന്നും ഒരു പോലീസ് FIRൽ നിന്നും ഒരു ജഡ്ജിയിൽ നിന്ന് പോലും പിന്തുണ ലഭിക്കാതെ ഒന്നിനു പിന്നെ ഒന്നായി എല്ലാ അഴിമതി കേസുകളിലും മദ്യ കേസുകളിലും എല്ലാം നിരന്തരം കുരുങ്ങുകയും ജയിലിൽ നിന്ന് പുറത്തു വരാൻ പോലും കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഇത് കേവലം BJPയുടെ ശത്രുതാ മനോഭാവമല്ല, കോടതിയും പോലീസും ഒരുപോലെ ആം ആദ്മി പാർട്ടിക്ക് എതിരാണ് എന്ന് ബോധ്യമാവുകയും ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിയുന്ന യാതൊരു ന്യായവും മുന്നോട്ട് വെക്കാൻ കഴിയാതെയും വന്നു. ഇതാണ് 10ാമത്തെ കാരണം. ഇതിനെല്ലാം മകുടം ചാർത്തുന്ന രീതിയിലാണ് തന്റെ ഔദ്യോഗിക വസതി 49 കോടി രൂപ മുടക്കി അദ്ദേഹം മോടി പിടിപ്പിച്ചു. ഒതുക്കി പണിയല്ല ചെയ്തത്, പൊളിച്ചു പണിയല്ല ചെയ്തത്. മോടി പിടിപ്പിക്കാൻ മാത്രം 49 കോടി, കർട്ടനുകൾക്ക് മാത്രം 1 കോടി എന്നൊക്കെ കേട്ടപ്പോൾ ജനം പാടെ തള്ളിക്കളഞ്ഞു ആം ആദ്മി പാർട്ടിയെ. ഇതാണ് യഥാർത്ഥത്തിലുള്ള 11 കാരണങ്ങൾ. നിർഭാഗ്യവശാൽ ഈ 11 കാരണങ്ങളിൽ 1-2 കാരണങ്ങൾ മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. ബാക്കി കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് ശേഖരിക്കാനോ ജനങ്ങളെ ബോധവൽക്കരിക്കാനോ മാധ്യമങ്ങൾ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന റിസൾട്ട് ഒരു ഞെട്ടിക്കുന്ന റിസൾട്ടായിട്ട് പലർക്കും തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഡൽഹിയിൽ സംഭവിച്ചത് ഈ 11 കാരണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഭരണമാറ്റമാണ്. ഈ 3 തലമുതിർന്ന നേതാക്കൾ നിലവിലെ ഘട്ടത്തിൽ പിന്നിലാണ്. ഇപ്പോൾ കൽക്കാച്ചി മണ്ഡലത്തിൽ അതിഷി സിംഗ് പിന്നിൽ, ന്യൂഡൽഹി മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ നാഷണൽ കൺവീനർ തന്നെ പിന്നിൽ പോകുന്നു, ജാങ്പുര മണ്ഡലത്തിൽ മനീഷ് സിസോദിയ പിന്നിൽ പോകുന്നു. അപ്പോൾ ഈ പാർട്ടിക്ക് അതീതമായി നമുക്കറിയാം, പാർട്ടിക്ക് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അതും ഈ തലമുതിർന്ന നേതാക്കളെയും ബാധിച്ചു. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ അരവിന്ദ് കെജ്രിവാൾ തന്നെ ന്യൂഡൽഹി മണ്ഡലത്തിൽ അത് പിന്നിൽ പോകാനുള്ള ഒരു കാര്യം? 2013 നമുക്കറിയാം, ഷീലാ ദീക്ഷിത് പരാജയപ്പെട്ടതിന് ശേഷം പിന്നെ ആം ആദ്മി പാർട്ടിയാണ് അവിടെ ഭരിച്ചത്. അതിന് ചരിത്രത്തിൻ്റെ ഒരു തനിയ ആവർത്തനം തന്നെയാണോ ന്യൂഡൽഹിക്കാർ അരവിന്ദ് കെജ്രിവാളിന് ഈ ഒരു ഘട്ടത്തിൽ നൽകുന്നത്? എനിക്ക് തോന്നുന്നത് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അരവിന്ദ് കെജ്രിവാൾ ഉയർത്തിപ്പിടിച്ച അഴിമതി വിരുദ്ധമായിട്ടുള്ള ഒരു നല്ല പ്രതിച്ഛായ, ചൂലെടുത്ത് വൃത്തിയാക്കും, അഴിമതിക്കാരെ തുടച്ചു നീക്കും എന്ന് പറഞ്ഞ അതേ പാർട്ടിയും അതേ നേതാവും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത് BJPയുടെ വശത്തു നിന്നാണ് രണ്ടാമത്തെ കാരണം. അതായത് BJP ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കി നിർത്തിയിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ദീർഘകാലം അരവിന്ദ് കെജ്രിവാളിന് ഡൽഹി ഭരിക്കാൻ കഴിഞ്ഞത്. ഇത്തവണ ഡൽഹിയിലെ വോട്ടർമാരുമായി ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു 6 തവണയാണ് ഓരോ വോട്ടറെയും കാണാൻ വീട്ടിൽ വന്നത്. അവർ താമസിക്കുന്ന ഫ്ളാറ്റിലോ ഓഫീസിലോ നേരിട്ട് വന്ന് കണ്ടത് 6 തവണയാണ്. 20 തവണയെങ്കിലും ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു സമ്പർക്കം കഴിഞ്ഞ ഒരു 10-15 വർഷമായി BJP ഡൽഹിയിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ജനങ്ങളിലേക്ക് ചെന്ന് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നതിൽ, അവരെ വീടാന്തരം പോയി നേരിട്ട് കാണുന്നതിൽ 6 തവണ മുൻകൈ എടുത്തപ്പോൾ ആം ആദ്മി പാർട്ടി കഷ്ടിച്ച് ഒരു തവണ മാത്രമാണ് ജനങ്ങളിലേക്ക് എത്തിയത്. അതായത് ജനങ്ങളിലേക്ക് എത്താനുള്ള ആത്മവിശ്വാസം ആം ആദ്മി പാർട്ടിക്ക് നഷ്ടപ്പെട്ടു, അവരുടെ പ്രവർത്തകർക്ക് നഷ്ടപ്പെട്ടു, അവരുടെ ആത്മവിശ്വാസം തകർന്നു. അത് അഴിമതി കൊണ്ട് തന്നെയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമാവുകയും ചെയ്തു. അരവിന്ദ് കെജ്രിവാൾ 7000 വോട്ടിന് പിന്നിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ ഇരുന്നു കൊണ്ട് കണക്ക് കൂട്ടിയാൽ 70,000 വോട്ടുകൾക്ക് പിന്നിൽ എന്ന് പറയുന്നതിന് തുല്യമാണ്. കാരണം അവിടെ നമ്മുടെ അസംബ്ലി മണ്ഡലങ്ങളിലെ വോട്ട് കേരളത്തിന്റെ വോട്ടുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 5-1, 6-1 മാത്രമേ ഉള്ളൂ.
അതുകൊണ്ട് തന്നെ ആ 7000 വോട്ടിന്റെ വ്യത്യാസം വളരെ വലിയ വ്യത്യാസമാണ്. ഓക്കെ. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ, നമുക്ക് അതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം ലഭിച്ചില്ല, പക്ഷേ എങ്കിൽ പോലും ന്യൂനപക്ഷ മേഖലകളിലേക്കും BJP കടന്ന് കയറുന്നു, അല്ലെങ്കിൽ അവിടെയും ലീഡ് ലഭിക്കുന്നു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. സാധാരണ പ്രത്യേകിച്ച് അവിടെ ഏകദേശം 16 മുതൽ 18% വരുന്ന മുസ്ലിം വിഭാഗം ആം ആദ്മി പാർട്ടിയുടെ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിരുന്നു ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ട്. അപ്പോൾ ഇത് നൽകുന്ന ഒരു സൂചന എന്താണ്? നമുക്കിപ്പോൾ ഒരു നിലവിലെ ഒരു ട്രെൻഡാണ്, പക്ഷേ എങ്കിൽ പോലും ന്യൂനപക്ഷ മേഖലകളാണ് ആ മേഖലകളിലേക്കൊക്കെ BJP കടന്നു കയറുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നൽകുന്ന ഒരു സൂചന എന്തായിരിക്കും അഡ്വക്കേറ്റ് ജയസൂര്യൻ? ഇത് വളരെ വ്യക്തമായ ഒരു സൂചനയാണ്. അതായത് ഡൽഹി രാഷ്ട്രീയത്തെ എന്നല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ കോൺഗ്രസ് പാർട്ടിയും ആം ആദ്മി പാർട്ടിയും അടക്കമുള്ള പാർട്ടികൾ ജാതി രാഷ്ട്രീയത്തിന്റെയും മതരാഷ്ട്രീയത്തിന്റെയും ന്യൂനപക്ഷ ഭൂരിപക്ഷ രാഷ്ട്രീയത്തിന്റെയും മാത്രം കളിക്കളമായിട്ടാണ് ഇന്ന് വരെ കണ്ടിരുന്നത്. അതാണ് ഇവിടെ അട്ടിമറിക്കപ്പെട്ടത്. BJPക്കെതിരെ എത്രമാത്രം ന്യൂനപക്ഷ വിരുദ്ധമെന്നും അല്ലെങ്കിൽ സിഖ് വിരുദ്ധമെന്നും അതല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് വിരുദ്ധമെന്നും ഒക്കെയുള്ള പ്രതിച്ഛായ മറ്റുള്ളവർ ഉയർത്തി കാണിക്കാൻ സാധിച്ചെങ്കിലും അവരത് ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. അതായത് ജാതിയുടെയോ മതത്തിന്റെയോ പേര് പറഞ്ഞിട്ടുള്ള വോട്ടുപിടുത്തം BJPക്കെതിരെ ഇനി സാധിക്കാൻ പോകുന്നില്ല. വികസനത്തിന്റെയും സദ്ഭരണത്തിന്റെയും അഴിമതിരഹിതമായിട്ടുള്ള ഒരു നല്ല മുഖച്ഛായയുടെയും രാഷ്ട്രീയത്തിന് മുന്നിൽ ജാതി മത വോട്ട് ബാങ്കുകളിലെ പ്രകടനം ഇനി നടക്കില്ല എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് ഇത്. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിത്യജീവിതത്തിന്റെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ജാതിയും മതവും. ആ ഒരു അവസ്ഥയിലേക്ക് രാജ്യം മുഴുവൻ മാറി. അപ്പോൾ രാജ്യത്തിന്റെ മൊത്തമായ ഒരു പരിച്ഛേദമായിട്ടുള്ള ഡൽഹിയും മാറി എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഡൽഹി നിവാസികൾ എന്ന് പറയുന്നത് അവിടുത്തെ ജനസംഖ്യയുടെ 15% മാത്രമാണ്. 85% പേര് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാണ്. ആദ്യമൊക്കെ അവരെ സംസ്ഥാനാടിസ്ഥാനത്തിൽ വിഭജിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ ബീഹാറികളാണ്, ഉത്തർപ്രദേശുകാരാണ്, ബംഗാളികളാണ്, മദ്രാസികളാണ്, അങ്ങനെ വിഭജിക്കാൻ ശ്രമിച്ചു. അത് നടന്നില്ല. പിന്നീട് മതത്തിന്റെയും ജാതിയുടെയും പേരിൽ വിഭജിക്കാൻ ശ്രമിച്ചു. അതും നടന്നില്ല. വികസനമാണ് ജനങ്ങൾക്ക് വേണ്ടത്, നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പുരോഗതിയാണ് ജനങ്ങൾക്ക് വേണ്ടത് എന്ന കാര്യം ഉയർത്തിപ്പിടിച്ചപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് അടിതെറ്റി എന്നുള്ളതാണ് സത്യം. ഓക്കെ. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ലീഡ് നില ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണ്. BJP 44 സീറ്റുകളിലേക്ക് ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. ആം ആദ്മി പാർട്ടി 25 സീറ്റ്, കോൺഗ്രസ് 1 എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒപ്പം തന്നെ ഡൽഹിയുടെ സമസ്ത മേഖലകളിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൗത്ത് ഡൽഹി, ഒപ്പം തന്നെ ഡൽഹിയുടെ ആ ഒരു കോർ ഏരിയ ന്യൂഡൽഹി മേഖല, അവിടങ്ങളിലൊക്കെ BJPക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ തലമുതിർന്ന നേതാക്കൾ പിന്നോക്കം പോകുന്ന ഒരു കാഴ്ച ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ ആയിക്കോട്ടെ, മനീഷ് സിസോദിയ ആയിക്കോട്ടെ, അതിഷി സിംഗ് ആയിക്കോട്ടെ, അവർ പിന്നോക്കം പോകുന്ന ഒരു കാഴ്ച. 2020 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 8 സീറ്റിൽ നിന്ന് BJP 45 അവരുടെ ലീഡ് നില ഉയർത്തുന്നു. ആം ആദ്മി പാർട്ടി 62 നിന്ന് 24 കൂപ്പുകുത്തുന്നു. കോൺഗ്രസ് 0 നിന്നും 1 അവരുടെ ലീഡ് നില ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് മറ്റു ഇലക്ഷൻ കമ്മീഷന്റെ ഒഫീഷ്യൽ ഡേറ്റയിലേക്ക് കൂടി ഒന്ന് പോയി കഴിയുമ്പോൾ BJP കാൻഡിഡേറ്റ്സ് മുന്നിൽ നിൽക്കുന്ന ചില മണ്ഡലങ്ങളുടെ ഡേറ്റ വന്നിട്ടുണ്ട്. കപിൽ മിശ്ര, BJPയുടെ പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹം കർവാൾ നഗറിൽ മുന്നിട്ട് നിൽക്കുന്നു. സഞ്ജയ് ഗോയൽ സാധ്ര മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. ഓം പ്രകാശ് ശർമ്മ വിശ്വാസ് നഗർ മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. ചന്ദൻ കുമാർ ചൗധരി സംഗം വിഹാർ മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. തിലക് റാം ഗുപ്ത ട്രൈനഗർ മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. ബജ്രംഗ് ശുക്ല കിരാരി മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ 7000 വോട്ടുകൾക്ക് പിന്നിൽ പോകുന്നു എന്നൊരു വാർത്ത നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. അത് എത്രത്തോളം അതിൻ്റെ ഒരു ട്രെൻഡ് ഒരു ഫിക്സഡ് ആയിട്ട് നിൽക്കും എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. BJP 44 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. ആം ആദ്മി പാർട്ടി 25 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. കോൺഗ്രസ് 1 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് ഇപ്പോൾ രാഷ്ട്രീയ ഭാരതം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർക്കുക, 1 മണിക്കൂർ, ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ 15 മിനിറ്റോളം പിന്നിട്ട് നിൽക്കുന്നു. EVM ആണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 10 മണിയോടുകൂടി തന്നെ നമുക്ക് ഒരു ട്രെൻഡ് ഒരു ഫിക്സഡ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത്ഭുതങ്ങൾ സമ്മാനിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഡൽഹി. പക്ഷേ നിലവിലെ ട്രെൻഡ് അനുസരിച്ച് BJP ആണ് മുന്നിട്ട് നിൽക്കുന്നത്. BJP 44 സീറ്റ്, ആം ആദ്മി പാർട്ടി 25 സീറ്റ്, കോൺഗ്രസ് 1 സീറ്റ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഈ കേന്ദ്ര ബഡ്ജറ്റിലെ ചില പ്രഖ്യാപനങ്ങൾ, പ്രത്യേകിച്ച് മധ്യവർഗത്തിന് ഏറ്റവും കൂടുതൽ ഒരു സ്വാധീനമുള്ള ഒരു മേഖലയാണ് ഡൽഹി. അതുകൊണ്ട് തന്നെ ഈ ഇൻകം ടാക്സ് സ്ലാബിൽ കൊണ്ടുവന്ന ആ ഒരു വ്യത്യാസം, ശമ്പള പരിഷ്കരണ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം, അത് എത്രത്തോളം സ്വാധീനിച്ചിരിക്കാം ഡൽഹിയുടെ മനസ്സിനെ? ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചയിൽ നമ്മുടെ
രാഷ്ട്രീയ വിദഗ്ധന്മാരും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരും ആം ആദ്മി പാർട്ടിയും ഒക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവർ പറഞ്ഞത് ഡൽഹി ജനസംഖ്യയിലെ മഹാഭൂരിപക്ഷം വരുന്നത് അവിടുത്തെ തൊഴിലാളികളാണ്, പാവങ്ങളാണ്, സാധാരണക്കാരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അവിടെ വന്ന് കുടിയേറി പാർക്കുന്ന ദരിദ്ര ജനങ്ങളാണ് ഡൽഹി ജനസംഖ്യയിലെ ഭൂരിപക്ഷമായിട്ടുള്ളത്. അവരുടെ ഇടയിൽ ഈ പറയുന്ന വർക്കിംഗ് ക്ലാസ് ഗവൺമെന്റ് എംപ്ലോയീസ് എന്ന് പറയുന്നത് ശതമാന കണക്കിന് നോക്കിയാൽ വളരെ കുറവാണ്. അതുകൊണ്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന ഈ ആനുകൂല്യം ഡൽഹി ഭരണകൂടത്തിന്റെ അട്ടിമറിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ഈ കൊടുത്തിരിക്കുന്ന 12 ലക്ഷത്തിന്റെ ഇൻകം ടാക്സ് റിബേറ്റ് എന്നൊക്കെ പറയുന്നത് ഡൽഹി ഭരണത്തെ സ്വാധീനിക്കില്ല, ഇലക്ഷനെ ബാധിക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഞാനും അത് ശരിവെക്കുകയാണ്. അതായത് കാരണം ജനസംഖ്യാനുപാതികമായി നോക്കുമ്പോൾ ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം അത്ര വലുതല്ല. പക്ഷേ അത് ഒരു ഘടകമാണ് എന്ന് മാത്രമേ ഇവിടെ എടുക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ മഹാഭൂരിപക്ഷം വരുന്ന ദരിദ്രരായിട്ടുള്ള ആൾക്കാര്, ചെറിയ കച്ചവടക്കാര്, അങ്ങനെയുള്ളവരാണ് ഡൽഹിയിലെ ഈ ഒരു മാറ്റത്തിന് കാരണം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കുടിയേറിയ 85% മഹാഭൂരിപക്ഷം വരുന്നവരും ഏറ്റവും ചെറിയ വരുമാനമുള്ള ചെറുകിട കച്ചവടക്കാരും തൊഴിലാളികളുമാണ്. അപ്പോൾ ആ ചെറുകിട കർഷകർക്കാരെയും തൊഴിലാളികളെയും ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള, അതായത് 1 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം ലഭിക്കുന്ന ജോലിക്കാരുടെയോ ഈ സൗജന്യം. അതുകൊണ്ട് ആ ഒരു കാര്യം വലുതായി ബാധിച്ചിട്ടില്ല. എന്നാൽ ചെറിയ തോതിൽ 1 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ മാസവരുമാനമുള്ള ഉദ്യോഗസ്ഥന്മാരെ അത് സ്വാധീനിച്ചിട്ടുണ്ടാവാം. പക്ഷെ അത് മാത്രമല്ല ഡൽഹി ഇലക്ഷന്റെ ഈ ഒരു വൻ വിജയം, BJPയുടെ വൻ വിജയത്തിന്റെ രഹസ്യം എന്ന് വേണം നമുക്ക് കരുതാൻ. മറ്റൊരു കാര്യം കൂടി അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഈ ഇന്ത്യ സഖ്യം പരസ്പരം മത്സരിക്കുന്ന ഒരു പ്രതിഭാസത്തിന് ഡൽഹി സാക്ഷ്യം വഹിച്ചു. ഇപ്പോൾ ഈ ഒരു ലീഡ് നില തുടരുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് അവിടെ ഡൽഹിയിൽ ഭരണം നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു നേട്ടം, ഒരു സീറ്റിൻ്റെ ഈ ലീഡ് നില തുടരുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തിന് ശേഷം വീണ്ടും ഒരു സീറ്റ് അവർക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു തകർച്ചയിലേക്ക് ഈ ഡൽഹി ഫലം അത് വിരൽ ചൂണ്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യം അവിടെ അപ്രസക്തമായി പോയി. നമുക്കറിയാം CPIM ഇന്ത്യ സഖ്യത്തിലെ വലിയൊരു കക്ഷിയാണല്ലോ കേരളത്തിൽ. അവർ പറയുന്നത് ഡൽഹിയിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നാ. അങ്ങനെ ഡൽഹിയിൽ 2 സീറ്റുകളിൽ CPIM ഒറ്റയ്ക്ക് മത്സരിച്ചു. കോൺഗ്രസ് അവരെ കൂടെ കൂട്ടിയില്ല. അതുപോലെ തന്നെ കോൺഗ്രസ് വേണ്ട എന്ന് ആദ്യം പറഞ്ഞത് ആം ആദ്മി പാർട്ടിയാണ്. കോൺഗ്രസിനോടൊപ്പം കൂടാൻ തൃണമൂൽ കോൺഗ്രസും SP-യും രംഗത്ത് വന്നു. പക്ഷെ തൃണമൂൽ കോൺഗ്രസിനും SP-ക്കും കോൺഗ്രസിനെ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഡൽഹിയിൽ ഇപ്പോൾ കാണുന്ന ചിത്രം. അതായത് ഇന്ത്യ സഖ്യത്തിന്റെ അന്ത്യമാണ് ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വലിയ രാഷ്ട്രീയ സത്യം.